ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗതം. ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രത്തിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമാണല്ലോ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ. കേരള ബോക്സ് ഓഫീസിലെ സകല റെക്കോർഡും പിഴുതെറിഞ്ഞ് മുന്നേറുന്ന ചിത്രം 4ാം വാരത്തിലോട്ട് കടന്നപ്പോഴും മികച്ച തിയേറ്ററുകൾ തന്നെ ഹോൾഡ് ചെയ്ത് മുന്നേറുമ്പോൾ കേരളത്തിലെ തിയേറ്ററുകളിൽ നമ്പർ 1 ആയിട്ട് 4ാം വാരത്തിന് മാറുകയാണല്ലോ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ തുടർച്ചയായിട്ടുള്ള 23 ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ 23 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകളും പുറത്തു വന്നപ്പോൾ ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലാലേട്ടൻ, മീന, അൻസിബ ഹസൻ, എസ്തർ, സിദ്ദിഖ്, ആശ ശരത്ത്, മുരളി ഗോപി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ആദ്യ 2 ഭാഗങ്ങൾക്ക് ശേഷം ജിത്തു ജോസഫ് തന്നെ തിരക്കഥ സംവിധാനം ചെയ്ത ചിത്രമുള്ള ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ആദ്യ 2 ഭാഗങ്ങളേക്കാൾ വലിയ വിജയമാണ് ചിത്രത്തിന്റെ 3ാം ഭാഗം ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 86 കോടി രൂപയോളം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയപ്പോൾ തുടർച്ചയായിട്ടുള്ള 23 ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 36 ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഒരു മലയാള സിനിമ 4ാം വാരത്തിലോട്ട് കടന്നപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ 1 ആയിട്ട് തുടരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെയാണ് ചിത്രത്തിന്റെ ഇതുവരെ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 238 കോടി പിന്നിട്ടിട്ടുണ്ട്. വാഴ 2 മറികടന്ന ചിത്രം മുന്നേറുന്ന ചിത്രം ഇനി മുന്നിലുള്ളത് മഞ്ഞുമൽ ബോയ്സും എമ്പുരാനും ലോകയും മാത്രമാണ്. എന്തൊക്കെയാണ് ഈ ചിത്രങ്ങളെ മറികടക്കാൻ സാധിച്ചെങ്കിലും മഞ്ഞുമൽ ബോയ്സിനെ മറികടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതേസമയം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ബിസിനസ് ഉൾപ്പെടെ 330 കോടി പിന്നിട്ടതായിട്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ എത്രത്തോളം വലിയ തുകകൾ ചിത്രം കണ്ടെത്തുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ചിത്രത്തിന്റെ വരും ദിവസങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.